ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പത്തനംതിട്ട വരെ വന്നതാണ്. ലക്കി വാവയുടെ മുടി കണ്ടോ? അതുകൊണ്ട് കുറച്ചധികം മുടിയായിട്ടുണ്ട്. നമ്മൾ ആദ്യം ലക്കി 6 മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് മുട്ടയടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇതുവരെ വെട്ടിയിട്ടില്ല. എന്നെ പോലത്തെ വലിയ തിക്കൊന്നും ഇല്ലാത്ത നല്ല കട്ടി കുറഞ്ഞ മുടിയാണ് കുഞ്ഞിൻ്റേത്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നേ, മോള് എത്ര വയസ്സായി, മോളിങ്ങോട്ടൊന്ന് നോക്കിക്കേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓണത്തിന് മുമ്പായിട്ട് കുഞ്ഞിൻ്റെ മുടി ഒന്ന് വെട്ടാമെന്ന്. മുട്ടയടിക്കുമല്ലോ ഇപ്പം, ജസ്റ്റ് ഒന്ന് സ്റ്റൈലാക്കാൻ. അപ്പം മോളെ മാറ്റി മോനൊന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തനംതിട്ട മൈലുക്കിൽ വന്നേക്കോ. എവിടെയൊക്കെ വാവേ വന്നേ? മൈലുക്ക് പറഞ്ഞേ, മൈലുക്ക്. എൻ്റെ ലുക്ക് മാറ്റാൻ പോവാന്ന് പറ. അതേ ഫ്രണ്ട്സിനോട് പറഞ്ഞേ, എൻ്റെ ലുക്ക് മാറ്റാൻ പോവാന്ന് പറഞ്ഞേ. ഒരു ഉരുപ്പിറ്റ് തരുവേ, അങ്ങോട്ട് നോക്കിക്കോണേ. കുനിഞ്ഞു ഇങ്ങനെ ഇരിക്കണം, പറയും പോലെ ഇരിക്കണേ. അങ്ങനെയല്ലേ? ചില്ലറ വേണം. അയ്യോ, ജിപേ മതിയോ? മോനെ യൂട്യൂബ് സാൻഡ്ര വ്ളോഗ് എന്നാ ചാനലിൻ്റെ നെയിമേ. എന്നാവുന്നേ നെറ്റിന്റെ പ്രശ്നമാണോ എന്നൊരു സംശയം. ആന്നല്ലേ? ഞങ്ങൾ ആദ്യം മുടി വെട്ടിക്കാൻ മുട്ടയടിക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ, അന്നേരം ഭയങ്കര ബഹളമൊക്കെ വെച്ച് ഞങ്ങൾ 4-5 പേര് പിടിച്ചു വെച്ചാൽ അന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞത്. ഇന്ന് പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാതെ പുള്ളി എൻജോയ് ചെയ്തിരുന്നു. മോൻ ഇഷ്ടപ്പെട്ടോ മോൻ്റെ മുടി വെട്ടിയത്? ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കിച്ചേ, സൂപ്പറാണോ? ഹായ് കൂട്ടുകാരെ, ഞാൻ സന്ദീപ്. ഞാൻ സാധാരണ വീഡിയോയുടെ പുറകിലാണ്, ഞാനാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് രമ്യ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. മോൻ്റെ മുടി വെട്ടിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
അപ്പോൾ എന്തായാലും രമ്യ ഇപ്പോൾ ഇറങ്ങി വരും. അപ്പം നമുക്ക് അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആൾ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ചിരിച്ചണ്ടൊക്കെയാണ് വരുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് ഹരിദാസ് ഏഞ്ചൽസ്. അടിപൊളിയാണല്ലോ. കൊള്ളാം കേട്ടോ. ഞാനിത് ചെയ്തത് അനിതാസ് ഏഞ്ചൽസിലാണ്. പത്തനംതിട്ടയിൽ തന്നെയുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറാണ്. ഇതാണ് അവിടെ നമ്മുടെ പത്തനംതിട്ടയിലെ റിംഗ് റോഡിൽ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. നേരത്തെ നമ്മൾ വേറൊരു സ്ഥലത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിന്ന് ഇത് വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. നല്ല സ്റ്റാഫ്, അതുപോലെ നമുക്ക് ചെയ്തതിനൊക്കെ വളരെ സാറ്റിസ്ഫാക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി ഫിക്സ് ചെയ്തിട്ട് ഞാൻ വരുമ്പോൾ ഇവിടെ വരുത്തുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയാ. പിന്നെ പോകുന്ന വഴിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടേ. ഉണ്ടോ? അതെന്തോന്നല്ലേ, അറിയോ? എനിക്കറിയാം. അറിയോ? ഇതൊക്കെ പറഞ്ഞാലേ ഇത് ഫൈനലാണോ സംഭവം? ഇത് അല്ലല്ല, കണ്ടോ പ്രായത്തിന്റെ ആധിക്യത്തിലുള്ള നരകളെല്ലാം ഇവിടെ തെളിഞ്ഞ് കാണാൻ. കണ്ടോ? ഈ നര ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. ഇത് വാഷ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യുന്നത്. ആ സമയത്ത് അതും കൂടെ ചെയ്യും. എൻ്റെ റൂട്ട് മാത്രം എടുത്ത് ഏത് കളറാന്ന് ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും. അന്നേരം ഒന്നും കൂടെ വന്ന് ചെയ്തതിന് ശേഷമായിരിക്കും ഇത് ഫൈനലാവുന്നത്. സാധാരണ തന്നെ പെണ്ണുങ്ങളൊന്നും ഈ നരയും പ്രായമൊന്നും വെളിപ്പെടുത്താറില്ല. പ്രായമാകുമ്പോൾ നരിക്കും. എനിക്കങ്ങനെ പ്രായം വെളിപ്പെടുത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ആരെങ്കിലും ചോദിച്ചാൽ മതി എത്ര പ്രായമുണ്ടെന്ന്. ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കാണും കേട്ടോ. അപ്പോൾ അവരെ കഴിഞ്ഞ ദിവസം ഇതുപോലെ വന്ന് വീഡിയോ ഇട്ട് ഞാൻ എങ്ങനെയുണ്ട് 10 വർഷത്തെ ഡിഫറൻസിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടപ്പോഴത്തേനെ അവൻ വന്നിട്ട് പറഞ്ഞ് 40 വയസ്സാകുമ്പോൾ ഇങ്ങനെയൊക്കെയാ, 10 കൊല്ലം മുമ്പത്തെ അല്ലേ അതെന്ന്. അപ്പോൾ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളും നമുക്ക് കമൻ്റൊക്കെ ആയിട്ട് കറക്റ്റ് മറുപടിയൊക്കെ തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് DTDC കയറി നമ്മൾ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് തുറക്കാവേ. ഓരോന്നെടുത്ത് കാണിക്കാവേ. ഇതെൻ്റെ ഒരു സിസ്റ്റർ എനിക്ക് അയച്ചു തന്നാണേ. ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. വളയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കമ്മലും ഉണ്ടേ. ഇതെൻ്റെ സിസ്റ്റർ അയച്ചു തന്നാണ്. ക്യൂരിയോസിറ്റി കൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചതാണ്. കണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ലക്കി വാവയുടെ മുടി മഷ്റൂം കട്ട് ചെയ്തതും അതുപോലെ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തതും ഇപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.